Hi, Anu. Welcome to Hilton Garden in Trivandrum. Yeah, You good morning. must be Mr. Joji, right? Yes. Hi, pleasure to meet you. Hi, Manu. Okay. So I'll call my chef to describe on this. Okay. Please enjoy. Okay. Hi. Hi, Ashok. Hi. You're waiting How are for you? ക്രിസ്മസ് സീസൺ ആരംഭിക്കും അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ കണ്ട് Okay, very nice. Very nice. ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. Yeah. ബേസിക്കലി വേണ്ട ഒരു സീസൺ ജസ്റ്റ് അതിന്റെ ഒരു ഫീൽ കൊടുക്കാനാണ് Okay. ജിഞ്ചർ ബ്രെഡ് ഹൗസ്. So, അതെന്താ കൺസെപ്റ്റ് ഇതിന്റെ? ബേസിക്കലി Bread ക്രിസ്മസുമായിട്ട് house. ക്രിസ്മസ് ഇതിൽ ഉള്ള ഒരു എന്താണ് യൂറോപ്പിലൊക്കെ ഉള്ള ഒരു ഏർലി 17th സെഞ്ചുറി തൊട്ട് അവിടെ ഇവിടെ എങ്ങനെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അത് 18th സെഞ്ചുറി ആയപ്പോൾ ഭയങ്കരമായിട്ട് അതൊരു പ്രൊമനൻ്റ് ആയി. ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ് സാറിന് ഇങ്ങനെയുള്ള ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസ് വരുന്നത്. ജിഞ്ചർ ബ്രെഡാണ് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ കൺസെപ്റ്റിൻ്റെ ബിഹൈൻഡ് ജിഞ്ചർ ബ്രെഡാണ്. ജിഞ്ചർ ബ്രെഡ് ഉപയോഗിച്ചുള്ള ടൈൽസ് വെച്ചാണ് ഈ ബ്രെഡ് ഹൗസ് ചെയ്തേക്കുന്നത്. ഇതിനൊരു ഫ്ലേവർ ഉണ്ട് ആ ബ്രെഡ് ഇതിന് ചെയ്തേക്കുന്നത് ഒരു ജിഞ്ചറിൻ്റെ ഫ്ലേവർ ഉണ്ട്, ഹണി എല്ലാം കൂടെ ഒരു കോൺകോക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു മിക്സർ ഉണ്ടാക്കിയിട്ടാണ് ജിഞ്ചർ ബ്രെഡ് ബേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ഫെയറി ടൈൽ സ്റ്റോറി ഉണ്ടല്ലോ, നമ്മുടെ ഹാൻസൽ ആൻഡ് ഗ്രത്തലിൻ്റെ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റോറിയിലുള്ള ഒരു ജിഞ്ചർ ബ്രെഡ് അല്ലെങ്കിൽ എന്താ ഒരു ഓർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ഹൗസ് ബേസിക്കലി കുക്കീസും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഫാൻസി ഹൗസിലാണ് ആ പിള്ളേർ ചെല്ലുന്നതായിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഡെവലപ്ഡ് ആയത്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. സാറിന് എന്തൊക്കെയാണ് വീട്ടിൽ ഫുഡ് Usually, ചെയ്യുന്നത് കൂടാതെ എന്തെങ്കിലുമൊക്കെ വീക്കെൻഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യുമല്ലോ? of course, പാർട്ടീസിലൊക്കെയാണ്. പിന്നെ ഈവൻ ചൈനീസ് ആണെങ്കിലും ഇഷ്ടമാണ്. ഓക്കെ. മാം എന്താണ് സാറിന് അല്ലാത്ത കുക്ക് ചെയ്യാം? സാധാരണ വെച്ചൊന്നും എല്ലാവർക്കും സാറിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് സൺഡേ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ആവില്ലേ? പാസ്ത, യു ലൈക്ക് പാസ്ത, പിന്നെ ബിരിയാണി, പിന്നെ ചൈനീസ് ആണ് വീട്ടിൽ കൂടുതൽ, സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ അങ്ങനെയുള്ള. ഓക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകും, വീട്ടിൽ ചെന്നിട്ട് നോക്കാം എന്താണെന്ന്. ഓക്കെ, ഡെഫിനറ്റ്ലി വിൽ മൂവ്. താങ്ക് യു. തരാൻ പോകുന്നു. ഓക്കെ. ക്രിസ്മസിൻ്റെ എല്ലാവിധ ഡെക്കോർ ഓൾറെഡി ഇവിടെ അയക്കിയിരിക്കുകയാണ്. വി ഓൾറെഡി ഇൻ ടു ക്രിസ്മസ്. അപ്പം ക്രിസ്മസിൻ്റെ ഫീലോടാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. വെൽക്കം അശോക്. വെൽക്കം Thank ടു you, ഹൗസ്. കം പ്ലീസ് കം. സ്മോൾ ടോക്കൺ ഫ്രം സ്പോൺസേഴ്സ്. താങ്ക് യു. വി ആർ ഹാപ്പി. ക്രിസ്മസിൻ്റെ ഒരു ആംബിയൻസും ഒരു വൈബും ഉള്ള സ്ഥലത്ത് ഫുട്ടിസിയുടെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റുന്നത് വി ആർ ലക്കി. എല്ലാവർക്കും ഒരു ഫീൽ, ക്രിസ്മസ് ഫീൽ കിട്ടും. ഇവിടുത്തെ മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ എന്നാണ് ഒരു ജൂബിലൻറ്റ് സെലിബ്രേഷൻ മോഡിലാണ് നിൽക്കുന്നത്. അപ്പം കിച്ചണിൽ ചെന്നിട്ട് എന്താണ് അവിടുത്തെ സർപ്രൈസ് എന്ന് നോക്കാം. ഷുവർ. ഇവിടെ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ ക്രിസ്മസിന് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിന് മാക്സിമം എഫേർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിലിംഗ് നോക്കി ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു ഡെക്കോറാണ്. നിങ്ങൾക്ക് കാണാം, ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ, ലീവ്സ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിട്ടുള്ള എല്ലാം ബെൽസും ആ ഒരു ക്രിസ്മസിൻ്റെ ഫുൾ മൂഡാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങിനും ആ ഒരു ഫുൾ മൂഡ് വരുത്താനുള്ള ശ്രമമാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് യൂറോപ്യനൊക്കെ മിക്സ് ചെയ്തതെന്നാണ്. എന്നാൽ നമ്മുടെ ടേസ്റ്റ് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഫുഡ് ടു സ്വീൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരുടെ കിച്ചണിലേക്ക് പോവാം. സോ മച്ച് ഡിലൈറ്റ്. എത്ര സാധനങ്ങൾ എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഒരു ചെറിയ പ്ലാൻ നടത്താം, എന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അശോക്, ഞാൻ ഒരു ബ്രേക്ക് എടുക്കാം. സാറിന് ബ്രേക്ക് എടുക്കാം. സർപ്രൈസ് എനിക്ക് കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനും മോനും അവിടെ നിൽക്കാം. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഇവിടെ സെറയുണ്ട് എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ, മാമും ഉണ്ട്. അപ്പം എനിക്ക് എന്താണ് വോളണ്ടറി ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേരുണ്ട്. അപ്പം ഇവരുടെ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഇവരാണുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ നല്ല കാര്യമാണ്. ഒരു സൂപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു സൂപ്പ്, ഒരു ബ്രോക്കലി ആപ്പിൾ വെച്ചൊരു സൂപ്പ്, കുറച്ച് സെലറിയുടെ ഒക്കെ ഫ്ലേവറുള്ള സൂപ്പ്, പിന്നെ ചിക്കൻ ഉപയോഗിച്ചൊരു ചിക്കനെ ബേസിക്കലി ഒരു വൈൻ മാരിനേഷൻ വെച്ചൊരു ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഒരു പാസ്തയ്ക്കൊപ്പം സെർവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു, ഫിഷ് ഫില്ലേ. അതുകൊണ്ടൊരു ഫിഷ് കൊണ്ടൊരു ബേസിക്കലി ഒരു ഫിഷ് കട്ട്ലേറ്റ് അല്ല, ഒരു ഫിഷ് പാറ്റി മാതിരി അതിന് കുറച്ചൊരു എന്താ പറയുക ഒരു ചൈനീസ് ഫ്ലേവറൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ വരും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അധികം ബുദ്ധിമുട്ടില്ല. ബ്രോക്കോളി ഉണ്ടായിട്ട് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീനി ബീഫ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് അതുകൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഈസി ആയിട്ട്. അപ്പം ലെറ്റ് സ്റ്റാർട്ട് കുക്കിങ്. നമുക്ക് തുടങ്ങാം. കാരണം ഇപ്പം ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാറവിടെ വെയിറ്റ് ചെയ്യാൻ ക്ഷമ. ഇനി സാറിൻ്റെ പോകണ്ട, ഇനി നമുക്ക് തുടങ്ങാം.
സൂപ്പിനുള്ള ബ്രോക്കോളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സഹായിക്കാനായിട്ട് സെറയും മാമോ ഉണ്ട്. ബ്രോക്കോളി നമുക്ക് ചെറിയ ചെറിയ ഫ്ലോറസ് ആയിട്ട് കട്ട് ചെയ്യാം, അത്യാവശ്യം സ്റ്റെം വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ആപ്പിൾ പീൽ ചെയ്തിട്ട് അതും ഒന്ന് ക്യൂബാക്കി എടുക്കാം. ഇന്നത്തെ ഡിഷസിൽ നമ്മൾ പല ഫ്ലേവറാണ് ചെയ്യുന്നത്. ഇപ്പം ബേസിക്കലി വി ഹാവ് സൂപ്പ്, ഒരു യൂറോപ്യൻ സൂപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഫിഷ് കേക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഓറിയൻ്റൽ ടച്ചുള്ള, പിന്നെ ഒരു ഇറ്റാലിയൻ ബേസിക്കലി പാസ്ത. കുറച്ചൊരു റീക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് അതിനെ ഫ്ലേവറൊക്കെ ഒന്ന് മാറ്റി എന്താണ് കുറച്ചുകൂടെ അപ്പീലബിൾ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സൂപ്പിനുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കാൻ ഇതൊരു പ്യൂരേ സൂപ്പാണ്. ബേസിക്കലി ഇത് ഒരു പ്യൂരേ സൂപ്പാണ്. അപ്പം ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് നാച്ചുറലായിട്ട് ഇതിനെ കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്ന് സ്വെറ്റ് ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇതിന് ഫ്ലേവറിനായിട്ട് തൈമാണ് ഒരു ഫ്ലേവറിങ് ആഡ് ചെയ്യുന്നത്. ആപ്പിളും ബ്രൊക്കോളിയും ക്യൂബായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് വി നീഡ് ടു ചെക്ക് ചെയ്യേണ്ട സീസണിങ്. ഇപ്പം നമ്മൾ ആഡ് ചെയ്താൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇത് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യാം, ബോയിലായിട്ടൊന്ന് ലിക്വിഡ് കിട്ടാൻ വേണ്ടി. ഇതൊരു പ്യൂരേ തിക്ക് സൂപ്പാണ്. അപ്പം ലിക്വിഡും അത്യാവശ്യം അതിൻ്റെ ഫ്ലേവറിങ്ങും വെജിറ്റബിളിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം കിട്ടുന്ന രീതിയിലാണ്. കാരണം ഹെൽത്തിയാണ്, ഒപ്പം ഈസി ടു മേക്കാണ്. ഇപ്പം പ്രായമുള്ളവർക്കായാലും കുട്ടികൾക്കായാലും കഴിക്കാനും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അധികം ഹെവി സ്പൈസസ് ഒന്നുമില്ല, വളരെ ജെൻറ്റിലായിട്ടുള്ള ഫ്ലേവറുള്ള സൂപ്പാണ്. അടുത്ത് നമുക്ക് ചിക്കൻ്റെ വെച്ചൊരു ഡിഷ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം, അപ്പം കുറച്ച് വൈൻ ആവശ്യമുണ്ട്. സെറ ക്യാൻ ഹെൽപ്പ് മീ വിത്ത് ദ വൈൻ. അപ്പോൾ നമ്മുടെ വൈൻ ഇപ്പം കിട്ടും. വൈൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹോം മെയ്ഡ് വൈനാണ്. ക്രിസ്മസ് ആകുമ്പോൾ കുറച്ച് വൈനൊക്കെ ഇട്ട് നമുക്ക് ആ ഒരു ഫ്ലേവർ, ക്രിസ്മസിൻ്റെ ഒരു ഫ്ലേവർ വരുത്തണമല്ലോ. നമ്മുടെ സൂപ്പിനുള്ള സാധനം ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്.